കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സമയം 9:08:38 ആവുന്നു. അപ്പം നമ്മളിങ്ങനെ പറഞ്ഞു വന്നത് കുളത്തിലുള്ള കുളി അല്ലേ നാട്ടിൽ. യെസ്, മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒരു ആവേശമാണ് നാട്ടുകാർക്ക്. കുളമൊക്കെ ഒന്ന് ഫുൾ നീറ്റാക്കി ക്ലീനാക്കി കുളത്തിലുള്ള കുളിയും ഒന്നും പറയണ്ട. എന്തായാലും അതൊക്കെ പറയുമ്പോഴാണ് തീർച്ചയായിട്ടും ഇടയ്ക്ക് നമ്മൾ കേട്ടിട്ടുള്ള നമ്മുടെ അമീബിക് മെനിഞ്ചൈറ്റിസ് എന്ന അസുഖത്തെക്കുറിച്ച് കൂടി നമ്മളൊന്ന് ബോധവാന്മാരാവണം എന്ന് എനിക്ക് തോന്നിയത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇപ്പം ഈ നേരം എന്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട് ഞാൻ ഡോക്ടർ സച്ചിൻ KC, ജില്ലാ മെഡിക്കൽ ഓഫീസിൽ ഡെപ്യൂട്ടി DMO ആണ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. ഡ്യൂട്ടിക്കിടയിലായിരിക്കും അല്ലേ? ഡ്യൂട്ടിയിലേക്ക് പോവുകയാണ്. ഓക്കെ ഡോക്ടർ. അപ്പൊ നമ്മളിങ്ങനെ കുളത്തിലെ കുളിയും അതിനെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ സംസാരിക്കായിരുന്നു. അപ്പോഴാണ് ഓഫ് കോഴ്സ് നമ്മൾ ഓർക്കേണ്ടതായിട്ടുള്ള നമ്മുടെ ഇപ്പൊ നമ്മൾ ഇടയ്ക്ക് നമ്മൾ കേൾക്കുന്ന ഒരു അസുഖമുണ്ട് അല്ലേ, അമീബിക് മെനിഞ്ചൈറ്റിസ് എന്നാണ് അതിന് പറയുന്നത്. സോ ആക്ച്വലി എന്താണ് ഇതിനെ കുറിച്ച് ഇപ്പൊ ഡോക്ടർക്ക് പറയാനുള്ളത്? എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം? കുളത്തിൽ കുളിക്കാൻ പോകാൻ പാടില്ല എന്നുണ്ടോ? ഓക്കെ, അതിനെ പറയുകയാണെങ്കിൽ മെനിഞ്ചൈറ്റിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തലച്ചോറിന് ചുറ്റുമുള്ള മെനിഞ്ചസ് എന്നൊരു ആവരണമുണ്ട്. ആ ആവരണത്തെ ബാധിക്കുന്ന ഏത് അസുഖങ്ങളെയും മെനിഞ്ചൈറ്റിസ് എന്ന രൂപത്തിലാണ് നമ്മൾ പറയുന്നത്. അത് വൈറസ് ആവാം, ബാക്ടീരിയ ആവാം. അമീബ അതിനെ ബാധിക്കുകയാണെങ്കിലാണ് അമീബിക് മെനിഞ്ചൈറ്റിസ് എന്ന് പറയുന്നത്. അമീബ നമുക്കറിയാം, നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ച പോലെ ഒരു ഏകകോശ ജീവിയാണ്. അപ്പൊ സാധാരണഗതിയിൽ അമീബ നമ്മുടെ വെള്ളത്തിലും അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഉണ്ടാവുക. അപ്പോൾ സാധാരണഗതിയിൽ അത് അമീബ നമ്മുടെ ശരീരത്തിലേക്ക് കടക്കാറില്ല. ഇനി ശരീരത്തിൽ കടന്നാൽ തന്നെ തലച്ചോറിൽ എത്താനുള്ള സാധ്യതയും കുറവാണ്. അപ്പോൾ ഇത് തലച്ചോറിലേക്ക് കടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ജലാശയത്തിൽ, സ്വിമ്മിംഗ് പൂളിലാവാം അല്ലെങ്കിൽ മറ്റു കുളത്തിലാവാം, അവിടെ നമ്മൾ മുങ്ങി കുളിക്കുക അല്ലെങ്കിൽ ഡൈവ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ മൂക്കിന്റെ ഉള്ളിലെ ക്രിബ്രിഫോം പ്ലേറ്റ് എന്നൊരു ചെറിയൊരു സുഷിരങ്ങളുള്ള ചെറിയൊരു പ്ലേറ്റ് ഉണ്ട്. അപ്പൊ അതുവഴിയാണ് തലച്ചോറിലേക്ക് കടക്കുന്നത്. അപ്പൊ തലച്ചോറിലേക്ക് നേരിട്ട് കടക്കുകയാണ്. അതായത് ശരീരത്തിലെ മറ്റു ഭാഗങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ തലച്ചോറിലേക്ക് കടക്കുന്നു. അപ്പോൾ അവിടെ തലച്ചോറിന്റെ ആവരണമായ മെനിഞ്ചൈറ്റിസിന് ഇൻഫെക്ഷൻ വരുന്നു. അപ്പോൾ അതാണ്. അതുപോലെ തന്നെ അത് പിന്നീട് ബ്രെയിനിനെ ബാധിക്കുന്നു. തലച്ചോറിന്റെ ആവരണത്തെയും കടന്ന് ബ്രെയിനെ ബാധിച്ച് അപ്പൊ മെനിഞ്ചോ എൻകെഫലൈറ്റിസ് ആയിട്ട് മാറുകയാണ്. അപ്പൊ അതാണ് ഈ അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പൊ ചോദിച്ച ചോദ്യം എന്നുള്ളത് ജലാശയങ്ങളിൽ മുങ്ങിക്കുളിക്കാൻ പറ്റുമോ, കുളങ്ങൾ ഒഴിവാക്കണോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ അമീബ എന്നുള്ളതൊരു ഏകകോശ ജീവിയാണ്. നമുക്കത് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കില്ല. അപ്പോൾ അത് വെള്ളം, അതായത് പ്രത്യേകിച്ച് അത് തെർമോഫിലിക് അമീബയാണ്. അതായത് ചൂട് ഇഷ്ടപ്പെടുന്ന ഒരു ജീവിയാണത്. അപ്പോൾ അല്പം ചൂടുള്ള സ്ഥലത്ത് തീർച്ചയായിട്ടും അത് വളരാനുള്ളൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കുളത്തിൽ അതുണ്ടാവാം, അതുപോലെ തന്നെ സ്വിമ്മിംഗ് പൂളിൽ ഉണ്ടാകാം. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ചോദിക്കുകയാണെങ്കിൽ എവിടെ നിന്നും നമുക്ക് ആ അസുഖം വരാം. അപ്പോൾ അസുഖം വരുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ വെള്ളം കുടിക്കുന്നത് വഴിയോ അല്ലെങ്കിൽ ആ രീതിയിലല്ല. അതിലേക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇതിന്റെ റൂട്ട് ഓഫ് എൻട്രി എന്ന് പറയുന്നത് ഈ പറഞ്ഞ രീതിയിൽ. അപ്പൊ ആ റൂട്ട് ഓഫ് എൻട്രി കുറയ്ക്കാനുള്ളത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ മുങ്ങിക്കുളിക്കുക, ഡൈവ് ചെയ്യുക, അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു അമീബയുടെ ഇൻഫെക്ഷൻ വരാൻ സാധ്യത കുറവാണ്. അതേസമയം ആ വെള്ളത്തിൽ നമ്മൾ അലക്കുകയോ അല്ലെങ്കിൽ മറ്റാവശ്യങ്ങൾക്ക് അത് നനയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് മറ്റോ കുഴപ്പമില്ല. ക്ലോറിനേഷൻ ചെയ്യുന്നത്, അതായത് ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ച് ക്ലോറിനേഷൻ ചെയ്യുന്നത് ഇതിനെ നശിപ്പിക്കും എന്നുള്ളതാണ് കണ്ടെത്തിയിട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ സ്വിമ്മിംഗ് പൂള് പോലെയുള്ള നമുക്ക് ക്ലോറിനേറ്റ് ചെയ്യാൻ പറ്റുന്ന പൂൾസ് ഒക്കെ പരമാവധി ക്ലോറിനേറ്റ് കൃത്യമായ ഇടപെടലുകൾ ചെയ്യുക. അതാണ് നമുക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അതുപോലെ തന്നെ നമ്മൾ കുളിക്കാനൊക്കെ പോവുകയാണെങ്കിൽ മുങ്ങാങ്കുഴി ഇടുക, ഡൈവ് ചെയ്യുക, അതൊക്കെ പരമാവധി ഒഴിവാക്കുക. ഇതാണ് ചെയ്യാനുള്ളത്. ഒപ്പം തന്നെ ഇത് എത്രയും നേരത്തെ, ഇപ്പം ഈ നമ്മൾക്ക് ഈ അടുത്തൊരു മരണം ഉണ്ടായത് തോട്ടടയിലെ ഒരു കുട്ടിയായിരുന്നു. അപ്പോൾ ആ കുട്ടിയെ ചികിത്സിച്ച ഡോക്ടറെ ഞാൻ നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എത്രയും പെട്ടെന്ന് ഇതിന്റെ ട്രീറ്റ്മെന്റ് ആരംഭിക്കുകയാണെങ്കിൽ നമുക്കൊരു ലൈഫ് സേവിംഗ് ആണ്. കാരണം നമുക്കറിയാം തലച്ചോറിനെ ഒരു ബാധിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എത്രയും നേരത്തെ ട്രീറ്റ്മെന്റ് ആരംഭിക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും ലൈഫ് സേവിംഗ് ആണ്. ഇതിൻ്റെതായിട്ടുള്ള ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുകയാണെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് ട്രീറ്റ്മെന്റ് ആരംഭിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ സർ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? സാധാരണ ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ചെറിയ പനിയോടുകൂടിയാണ് അത് വരിക. അതിനുശേഷം ഛർദി, ഓക്കാനം, തലവേദന ഇതൊക്കെ ഉണ്ടാകാം. പിന്നെ ഈ മെനിഞ്ചൈറ്റിസിന്റെ ലക്ഷണമായ അപസ്മാരം, അങ്ങനെയൊക്കെയുള്ള ഇതിലേക്ക് പോകാം. സോ നമ്മുടെ കണ്ണൂരിലെ ഇപ്പം കുളങ്ങൾ എത്രത്തോളം സേഫ് ആണ്? ഏതൊക്കെ കുളം സേഫ്, ഏതൊക്കെ സേഫ് അല്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല. ഈ അമീബയുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തെർമോഫിലിക് ആണ്, ചൂട് ഇഷ്ടപ്പെടുന്നതാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഇതൊരു മെയ് ആ മാസത്തിൽ അറിയേണ്ടിയിരുന്നത്. ഇപ്പൊ അതിന്റെ പാറ്റേൺ മാറിയോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ച് വരികയാണ്. അപ്പോ കുളങ്ങളിലേക്ക് ആരും പോകണ്ട എന്നോ കുളങ്ങളെ അടച്ചിടണമെന്നോ നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷെ ഈ രീതിയിൽ ഇതിന്റെ റൂട്ട് ഓഫ് എൻട്രി ഏത് രീതിയിലാണെന്ന് മനസ്സിലാക്കി അതിനെ ഒഴിവാക്കുന്ന പ്രക്രിയകൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നന്നായിരിക്കും. അതാണ് ഉദ്ദേശിക്കാനുള്ളത്. ഓക്കെ, ഡൺ. അപ്പം ദാറ്റ് വാസ് ഡോക്ടർ സച്ചിൻ. അപ്പം അദ്ദേഹം നമ്മുടെ അമീബിക് മെനിഞ്ചൈറ്റിസ്
മെനിഞ്ചൈറ്റിസ് എന്ന ആ ഒരു അസുഖത്തെക്കുറിച്ചിട്ടും കാര്യകാരണങ്ങളൊക്കെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ പറഞ്ഞു തന്നത്. സോ എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ, കുളത്തിലേക്ക് പോകണ്ടെന്നൊന്നും ആരും പറയുന്നില്ല, പക്ഷെ എന്നാലും കുളത്തിലേക്കുള്ള പെട്ടെന്നുള്ള എടുത്തുചാട്ടം, ഡൈവിങ്, അങ്ങനെ പെട്ടെന്ന് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക, നന്നായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് കേട്ടോ. ടേക്ക് കെയർ. അപ്പം 9 മണി കഴിഞ്ഞ് 13:52 ആവുന്നു. കൂടെ തന്നെ നവീന ക്ലബ് FM 94.3 ആണ് കേൾക്കുന്നത്. സ്റ്റേ ട്യൂൺഡ്.